കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ തമസ്കരിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത വളരെ ശക്തമാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവ സഭകൾ നൽകിയ ചരിത്രപരമായ സംഭാവനകളെ നിസ്സാരവൽക്കരിക്കുകയും പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. നവോത്ഥാനമെന്നൊക്കെ പേർത്തും പറഞ്ഞുകൊണ്ട് പലരും തിരുത്തിയെഴുതാൻ ശ്രമിക്കുന്ന ഒരു സവിശേഷ സേവന മേഖലയാണ് ക്രൈസ്തവ സഭകളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കച്ചവട സ്ഥാപനങ്ങളെന്ന് ആക്ഷേപിച്ചും അവയെക്കുറിച്ച് ഇല്ലാ കഥകൾ മെനഞ്ഞും ന്യായമായ അവകാശാധികാരങ്ങളെ നിയമനിർമ്മാണങ്ങളിലൂടെ അപഹരിച്ചെടുത്തും വിദ്യാഭ്യാസ രംഗത്തെ അവയുടെ സ്വാധീനവും സാമൂഹിക, സാംസ്കാരിക, പാരിസ്ഥിതിക മേഖലകളിലെ ഇടപെടൽ ശേഷിയും നശിപ്പിക്കാൻ ബോധപൂർവകമായ ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും നടക്കുന്നു എന്നത് ഒരു നഗ്ന സത്യമാണ്. സംസ്ഥാന ബജറ്റ് അവതരണ വേളയിൽ സ്വകാര്യ സ്കൂൾ മാനേജ്മെൻറ്റുകൾക്കെതിരായ ധനമന്ത്രിയുടെ പ്രസ്താവനയും മാനേജ്മെൻറ്റുകളുടെ പ്രതികരണവും മുഖ്യമന്ത്രിയുടെ ഇടപെടലുമെല്ലാം വാർത്തയായിരുന്നല്ലോ. ക്രൈസ്തവ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിലേക്കും വർത്തമാനകാല പ്രതിസന്ധികളിലേക്കും കടന്നു ചെല്ലുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷം പ്രചരിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും അയക്കപ്പെട്ട ക്രൈസ്തവർ അതിനോട് ബന്ധപ്പെടുത്തി പൊതുവിജ്ഞാനവും ലൗകികമായ അറിവും ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ തയ്യാറായി. ക്രൈസ്തവ ദർശനത്തിന് വിരുദ്ധമായ ചിന്താഗതികളെപ്പോലും അറിയാനും നേരിടാനും വേണ്ടി താത്വിക പഠനങ്ങൾക്ക് ക്രൈസ്തവ മിഷണറിമാർ പ്രാധാന്യം നൽകി. അങ്ങനെയുള്ള വിദ്യാകേന്ദ്രങ്ങളാണ് ആദ്യകാലത്ത് മധ്യപൂർവ്വദേശത്തും ഗ്രീസിലും റോമിലുമെല്ലാം രൂപം കൊണ്ടത്. വിശ്വാസവും യുക്തിയും പരസ്പര പൂരകങ്ങളാണ് എന്നാണ് സഭയുടെ എക്കാലത്തെയും കാഴ്ചപ്പാട്. ഗ്രീസിലും റോമിലുമെല്ലാം ക്രൈസ്തവ വിശ്വാസത്തെ ഒരു താത്വിക ചിന്തയായി കണ്ടു എന്നാണ് ചരിത്രം പറയുന്നത്. ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ക്രൈസ്തവ ആശ്രമങ്ങൾ വിജ്ഞാനത്തിൻ്റെയും യുക്തിചിന്തയുടെയും സ്രോതസ്സുകളായിട്ടാണ് പരിഗണിക്കപ്പെട്ടത്. ലഭ്യമായ രേഖകളൊക്കെ പകർത്തിയെടുത്തുകൊണ്ടാണ് നല്ല ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കാൻ അവർ തയ്യാറായത്. മധ്യയുഗത്തിൽ വിജ്ഞാനരംഗത്ത് വലിയ നേട്ടങ്ങൾ നേടാൻ പാരീസ്, പാദുവ, കേംബ്രിഡ്ജ് തുടങ്ങിയ യൂണിവേഴ്സിറ്റികൾ സഹായിച്ചു. പുരാതന കേരളത്തിലെ സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. ഊഹങ്ങളും നിഗമനങ്ങളുമാണ് കൂടുതൽ ലഭ്യം. ക്രൈസ്തവ കേന്ദ്രങ്ങളിലെ വൈദിക പരിശീലനം ചില ഇടവകകളിലായി ഗുരുകുല അഭ്യസനം പോലെയായിരുന്നു. കളരികൾ പലതും നിലവിലുണ്ടായിരുന്നു. പക്ഷേ അവയിൽ ശ്രദ്ധേയമായത് ആയുധ അഭ്യസനത്തിനു വേണ്ടി ഉള്ളവയായിരുന്നു. മറ്റുള്ളവ ചുരുക്കം ആളുകൾക്ക് എഴുതാനും വായിക്കാനും കണക്കുകൂട്ടാനുമുള്ള പരിശീലനം നൽകുന്നവയായിരുന്നു. പക്ഷെ അതെല്ലാം സമൂഹത്തിലെ ഉയർന്ന വിഭാഗങ്ങൾക്കുള്ളതായിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം അന്ന് ഏറെ പേർ മനസ്സിലാക്കിയിരുന്നില്ല. ക്രൈസ്തവ വൈദിക പരിശീലനത്തിലാകട്ടെ ഭാഷയ്ക്കും അനുഷ്ഠാനക്രമങ്ങൾക്കും ദൈവശാസ്ത്രത്തിനുമാണ് പ്രാധാന്യമുണ്ടായിരുന്നത്. ഭൗതിക ശാസ്ത്ര ശാഖകൾ അന്ന് അധികം വികസിച്ചിരുന്നില്ല. പുസ്തകങ്ങളും ഏറെ ഉണ്ടായിരുന്നില്ല എന്നതും ഓർമ്മിക്കേണ്ട വസ്തുതയാണ്. പോർച്ചുഗീസുകാരുടെ ആഗമനകാലം മുതലുള്ള വിദ്യാഭ്യാസ ചരിത്രമാണ് നമുക്ക് കുറേയെങ്കിലുമൊക്കെ അറിയാവുന്നത്. അവർ പൊതുവിദ്യാഭ്യാസ കാര്യത്തിൽ വലിയ താല്പര്യം കാട്ടിയിരുന്നു. 1540കളുടെ ആരംഭത്തിൽ അവർ ഗോവയിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചു. പിന്നീട് അത് കോളേജായി തീർന്നു. 1549 കൊച്ചിയിൽ ഒരു വിദ്യാലയം സ്ഥാപിതമാകുന്നത്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും പോർച്ചുഗീസ് മിഷണറിമാർ പല സ്കൂളുകളും സ്ഥാപിക്കുകയുണ്ടായി. പിന്നീട് പോർച്ചുഗീസ്, സ്പാനിഷ് മിഷണറിമാർ സെമിനാരികളും മറ്റും സ്ഥാപിച്ച് വൈദിക പരിശീലനം, അച്ചടി, പുസ്തക പ്രസിദ്ധീകരണം തുടങ്ങിയ രംഗങ്ങളിൽ പ്രവേശിച്ചത്
പൊതുവിജ്ഞാനത്തിൻ്റെ സമ്പാദനത്തിന് വളരെയധികം സഹായകമായി. അതുമാത്രമല്ല, വൈദിക പരിശീലനത്തിനു വേണ്ടി യുവാക്കളെ പാശ്ചാത്യ ദേശങ്ങളിലെ പ്രസിദ്ധമായ സർവകലാശാലകളിലേക്ക് അയച്ചതും നാടിന് അനുഗ്രഹമായി തീർന്നു. അങ്ങനെ പഠിച്ച പലരും പിന്നീട് സാഹിത്യത്തിലും സാംസ്കാരിക മേഖലകളിലും ഇറങ്ങി പ്രവർത്തിച്ചത് നാടിന് നേട്ടമായി തീരുന്നത് നാം കാണുന്നുണ്ട്. സംഘടിതമായ വിദ്യാഭ്യാസ സംരംഭങ്ങൾ ആരംഭിച്ചത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് എന്ന് പറയാം. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അവർ കൂടുതലും വ്യാപാര കാര്യങ്ങളിലാണ് ശ്രദ്ധിച്ചത്. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഭരണത്തിൽ വന്നത് 1757 പ്ലാസി യുദ്ധത്തിന് ശേഷമാണ്. കോളനിയാക്കി മാറ്റിയ ഇന്ത്യയെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ വ്യവസായശാലകൾക്കായി അസംസ്കൃത പദാർത്ഥങ്ങൾ നേടാനുള്ള ഒരു സ്രോതസ് പോലെയും ഒപ്പം തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള മാർക്കറ്റാക്കി തീർക്കാനുമാണ് പരിശ്രമിച്ചത്. അവർ പക്ഷേ കേവലം ചൂഷകർ മാത്രമായിരുന്നു എന്ന് പറയുന്നതും ശരിയല്ല. അവരുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ് അവർ ഇവിടെയും നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ഈ നാടിൻ്റെ പുരോഗതി ആഗ്രഹിച്ച ധാരാളം ആളുകൾ ബ്രിട്ടീഷുകാരുടെ ഇടയിലുണ്ടായിരുന്നു എന്നത് നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണ്. പ്രത്യേകിച്ച് മിഷണറിമാർ തദ്ദേശീയരുടെ വളർച്ചയും നന്മയും ലക്ഷ്യമാക്കിയാണ് പ്രവർത്തിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടം മുഴുവൻ ദീർഘമായ ചർച്ചകൾ നടത്തിയിരുന്നു. 1794 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡയറക്ടറായിരുന്ന ചാൾസ് ഗ്രാൻഡ് ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. 1853 അന്നത്തെ ഗവർണർ ബെൻഡിക് പ്രഭുവിന് കേണൽ മെക്കാളെ സമർപ്പിച്ച മെക്കാളയുടെ മിനിറ്റ്സ് ഇവിടെ ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു സുപ്രധാന രേഖയായി തീർന്നു. പാശ്ചാത്യ ശൈലിയിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിക്കാണ് അദ്ദേഹം ശുപാർശ ചെയ്തത്. ഈ അഭിപ്രായങ്ങളെല്ലാം കേട്ട ശേഷം 1835 പാശ്ചാത്യ രീതിയിലുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഗവർണർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 1854 ചാൾസ് വുഡ്സ് ഡെസ്പാച്ച് എന്നറിയപ്പെടുന്ന രേഖ ഗവൺമെന്റിന് സമർപ്പിച്ചു. ഇവിടുത്തെ കുട്ടികൾക്ക് ആധുനിക വിദ്യാഭ്യാസം നൽകേണ്ടത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കടമയാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഗ്രാന്റ് നൽകി സ്വകാര്യ വിദ്യാലയങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഭാരതീയരുടെ കർമ്മശേഷിയും ധാർമ്മിക ബോധവും വർദ്ധിപ്പിക്കാൻ വിദ്യാഭ്യാസം സഹായകമാകുമെന്നും സാമ്പത്തിക മേഖലയെ അത് ഗുണപരമായി സ്വാധീനിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിലുള്ള പല റിപ്പോർട്ടുകളുടെയും നിർദ്ദേശങ്ങളുടെയും ഫലമായിട്ടാണ് 1857 മദ്രാസ്, ബോംബെ, കൊൽക്കത്ത എന്നീ നഗരങ്ങളിൽ സർക്കാർ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കാൻ ഇടയായത്. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിദ്യാഭ്യാസ ചുമതല ഏറ്റെടുക്കുന്നതിന് വളരെ മുൻപ് തന്നെ പോർച്ചുഗീസ് മിഷണറിമാർ മറ്റ് രംഗങ്ങളിൽ പ്രവർത്തനം തുടങ്ങിയിരുന്നു എന്ന് മുകളിൽ സൂചിപ്പിക്കുകയുണ്ടായി. എങ്കിലും കൂടുതൽ സംഘടിതവും വ്യവസ്ഥാപിതവുമായ രീതിയിൽ ആധുനിക വിദ്യാഭ്യാസം ആരംഭിച്ചത് ബ്രിട്ടീഷ് മിഷണറിമാരുടെ വരവിന് ശേഷമായിരുന്നു. 1806 പ്രൊട്ടസ്റ്റന്റുകാർ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടേതായിട്ട് ഒരു വിദ്യാലയം അന്ന് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന നാഗർകോവിലിനടുത്ത് സ്ഥാപിച്ചത്. ലണ്ടൻ മിഷൻ സൊസൈറ്റി അവിടെ പള്ളി പണിയുന്നതിന് മുൻപ് തന്നെ വിദ്യാലയം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. അവിടെ എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആളുകൾക്ക് അവർണർക്കടക്കം പ്രവേശനം നൽകുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സവർണ വിഭാഗം അവരോട് ഒട്ടും സഹകരിച്ചില്ല എന്ന് മാത്രമല്ല, എതിർക്കുകയും ഒരിക്കൽ സ്കൂൾ ചുട്ടു നശിപ്പിക്കുക പോലും ചെയ്തു. എന്നാൽ മിഷണറിമാർ ഭയപ്പെടാതെ മുന്നോട്ട് പോയി. പലയിടങ്ങളിലും വിദ്യാലയങ്ങൾ അവർ സ്ഥാപിക്കുക തന്നെ ചെയ്തു. കേവലം പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല ഇത്തരം വിദ്യാലയങ്ങൾ ചെയ്തത്. പ്രത്യേകിച്ചും അവർണ വിഭാഗങ്ങൾക്ക് പ്രവേശനം നൽകിയ വിദ്യാലയങ്ങളിൽ അവരുടെ സമഗ്രമായ വളർച്ചയാണ് മിഷണറിമാർ ലക്ഷ്യമാക്കിയിരുന്നത്. ശുചിത്വം, ആരോഗ്യപാലനം, മര്യാദകൾ തുടങ്ങിയ തലങ്ങളിലെല്ലാം പരിശീലനം നൽകാനാണ് ആ വിദ്യാലയങ്ങൾ ശ്രമിച്ചത്. ഇങ്ങനെയുള്ള സമഗ്ര വിദ്യാഭ്യാസം സാമൂഹിക വികസനത്തിനും ഏറെ സഹായകമായി എന്നുള്ളതാണ് വസ്തുത. ആലപ്പുഴയിലും കോട്ടയത്തും
CMSകാർ അടിമകൾക്കു വേണ്ടിയും വിദ്യാലയങ്ങൾ സ്ഥാപിച്ചുവെന്നത് ശ്രദ്ധേയമാണ്. തെക്കൻ കേരളത്തിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റിയും മധ്യ കേരളത്തിൽ ചർച്ച് മിഷൻ സൊസൈറ്റിയും ഉത്തര കേരളത്തിൽ ബാസൽ മിഷൻ സൊസൈറ്റിയുമാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. 1818 നാഗർകോവിലിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ആദ്യ ബോർഡിംഗ് ഹൗസ് സ്ഥാപിതമായി. താമസിയാതെ തന്നെ ആലപ്പുഴയിലും കോട്ടയത്തും സമാന്തര സ്ഥാപനങ്ങൾ രൂപം കൊണ്ടു. ബാസൽ മിഷൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ 1834 ആരംഭിച്ചത്. 1848 മുതൽ പല സ്കൂളുകൾക്കും മലബാർ പ്രദേശത്ത് അവർ ആരംഭം കുറിച്ചു. മുതിർന്നവർക്കായി നിശാ പാഠശാലകൾ ആരംഭിച്ചത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റത്തിന് സഹായകരമായി തീർന്നു. കേരളത്തിലെ കത്തോലിക്ക സഭ ഒരു കാലത്ത് ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ സ്ഥാപിക്കാൻ വൈമുഖ്യം പ്രകടിപ്പിച്ചിരുന്നു. ഇംഗ്ലണ്ടിൽ 18-ാം നൂറ്റാണ്ടിലും മറ്റും കത്തോലിക്കർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന കാലമായിരുന്നല്ലോ. പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ സ്ഥാപിച്ച വിദ്യാലയങ്ങളിൽ കുട്ടികൾ കൂടുതലായി പോകാൻ തുടങ്ങിയപ്പോഴാണ് സ്വന്തം വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക അഭിലഷണീയമായിട്ട് കത്തോലിക്കർക്ക് തോന്നിത്തുടങ്ങിയത്. സഭാതലത്തിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിൻ്റെ അഭാവവും ഇത്തരം വിദ്യാലയങ്ങളുടെ സ്ഥാപനം വൈകിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇതിനിടെ കർമ്മലീത്ത സന്യാസ സമൂഹം 1831 സ്ഥാപിതമായി. വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് അച്ഛനായിരുന്നു ഈ സമൂഹത്തിന് നേതൃത്വം നൽകിയത്. വിദ്യാഭ്യാസം കൊണ്ട് ജനതയെ പ്രബുദ്ധരാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം ആദ്യമായി സ്ഥാപിച്ചത് ഒരു സംസ്കൃത വിദ്യാലയമായിരുന്നു. പിന്നീട് 1864 ഒരു മലയാളം പള്ളിക്കൂടം സ്ഥാപിച്ചു. താഴ്ന്ന ജാതികളിൽപ്പെട്ടവരെ സ്കൂളിൽ ചേർക്കാൻ അദ്ദേഹം പ്രത്യേകം താല്പര്യമെടുത്തു എന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. സ്കൂളിൽ ഉച്ചഭക്ഷണവും വസ്ത്രവും പഠനോപകരണങ്ങളും നൽകി അദ്ദേഹം ഈ വിഭാഗക്കാരെ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചു. 1861 അദ്ദേഹം കേരള സുറിയാനിക്കാർക്കുള്ള വികാരി ജനറലായി നിയമിതനായപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ വിപ്ലവത്തിന് വഴിതെളിച്ചു എന്നതാണ് വസ്തുത. 1865 അദ്ദേഹം എല്ലാ പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടം സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചു. ഇത് നടപ്പിലാക്കാൻ എല്ലാ പള്ളികളെയും അദ്ദേഹം നിർബന്ധിക്കുക തന്നെ ചെയ്തു. തുടർന്ന് മിക്കവാറും പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങളുണ്ടായി. ഇത് വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടമായിരുന്നു എന്ന് പറയാം. 1872 അന്നത്തെ മെത്രാപ്പോലീത്ത എല്ലാ ഇടവകകളിലും വിദ്യാലയങ്ങൾ സ്ഥാപിക്കണമെന്ന് ഇടയലേഖനം പ്രസിദ്ധീകരിച്ചു. ഇംഗ്ലീഷ് സ്കൂളുകളും സംസ്കൃത സ്കൂളുകളും സ്ഥാപിക്കുന്നതിന് അദ്ദേഹം മുൻകൈ എടുക്കുകയും ചെയ്തു. 1880 ഫോർട്ട് കൊച്ചിയിൽ കേരളത്തിലെ കത്തോലിക്കരുടെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായി. പിന്നീട് വലിയ ഇടവകകളിലെല്ലാം തന്നെ സ്കൂളുകൾ രൂപം കൊണ്ടു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആദ്യം കോളേജുകൾ തുടങ്ങിയത് ചർച്ച് മിഷൻ സൊസൈറ്റിയും മറ്റുമാണെങ്കിലും പിന്നീട് ഇങ്ങോട്ട് ഈ രംഗത്തും കത്തോലിക്കർ മുന്നേറുകയുണ്ടായി. ചങ്ങനാശ്ശേരി SB കോളേജ് 1922 പ്രവർത്തനം ആരംഭിച്ചു. SB ഹൈസ്കൂൾ ആരംഭിച്ചപ്പോൾ തന്നെ അത് കോളേജ് ആക്കണമെന്നായിരുന്നു അഭിവന്ദ്യ ലവീഞ്ഞു പിതാവിൻ്റെ ആഗ്രഹം. ഏതായാലും പിന്നീട് രൂപതകളും സന്യാസ സമൂഹങ്ങളും സജീവമായി ഈ രംഗത്ത് മുന്നേറി. അടുത്ത കാലത്ത് പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തേക്കും പ്രവേശിച്ചുകൊണ്ട് സഭ മികച്ച കലാലയങ്ങൾ നടത്തുന്നു എന്നത് ശ്രദ്ധേയമായ വസ്തുതയാണ്. ക്രൈസ്തവ വിദ്യാഭ്യാസം എപ്പോഴും സമഗ്ര പരിശീലനവും ഭദ്രമായ സാമൂഹിക വികസനവുമാണ് ലക്ഷ്യമാക്കുന്നത്. കേവലം പാഠ്യവിഷയങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് മാത്രം വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നില്ല. ഈ സമഗ്ര വിദ്യാഭ്യാസ ദർശനം പ്രായോഗികമാക്കാനാണ് സഭകൾ എക്കാലവും ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. ഇതിൽ ശ്രദ്ധേയമായ ചില തലങ്ങൾ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഒന്ന്, 19-ാം നൂറ്റാണ്ടിന് മുൻപ് ഇവിടെ തൊഴിൽ പരിശീലനത്തിനുള്ള സ്ഥാപനങ്ങളില്ലായിരുന്നു എന്ന് പറയാം. ഒരു തൊഴിൽ ചെയ്യുന്നയാളിനെ സഹായിച്ച് കാര്യങ്ങൾ പഠിക്കുന്ന രീതി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മിഷണറിമാർ കുട്ടികൾക്ക് തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തു. 1842 ആലപ്പുഴയിൽ അങ്ങനെ ഒരു വിദ്യാലയം തുടങ്ങിയത് കേരളത്തിൽ ആദ്യമായിട്ടായിരുന്നു. പിന്നീട് കോട്ടയത്തും മിക്കവാറും മറ്റു പല സ്ഥലങ്ങളിലും ഇത്തരം കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഇന്ന് കത്തോലിക്ക സഭകൾക്ക് തന്നെ രാജ്യത്ത് 1500-ലധികം സാങ്കേതിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ട്.
വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് മിഷണറിമാർ ഇത്തരം സ്കൂളുകൾ ഏറെയും സ്ഥാപിച്ചത്. ഇന്നിപ്പോൾ സർക്കാരും മറ്റേജൻസികളും ഈ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട്. 2. വിദ്യാഭ്യാസ രംഗങ്ങളിൽ ക്രൈസ്തവർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാരിന് പലപ്പോഴും മാതൃകയായിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമാണ്. തെക്കൻ തിരുവിതാംകൂറിൽ മിഷണറിമാർ നടത്തിയ സ്കൂളുകൾ കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ ഭരണകർത്താക്കൾ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങിയത്. കൂടാതെ കേണൽ മൺറോ തുടങ്ങിയവർ തിരുവിതാംകൂർ കൊച്ചി രാജകുടുംബങ്ങൾക്ക് ഇതിന് പ്രേരണ നൽകുകയും ചെയ്തിരുന്നു. ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കുന്നതിലും സർക്കാർ മാതൃകയാക്കിയത് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ സ്കൂളുകളായിരുന്നു. സ്വാതി തിരുനാൾ മഹാരാജാവ് നാഗർകോവിലെ മിഷണറി സ്കൂൾ സന്ദർശിച്ച് അതിൻ്റെ നടത്തിപ്പും മറ്റും മനസ്സിലാക്കിയ ശേഷമാണ് തിരുവനന്തപുരത്ത് സർക്കാർ സ്കൂൾ ആരംഭിച്ചത്. അതാണ് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജായി മാറിയിരിക്കുന്നത്. 3. ആദ്യം മുതലേ ക്രൈസ്തവർ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്നു എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. ആദ്യമായി ഒരു ഗേൾസ് സ്കൂൾ ആരംഭിച്ചത് 1819 കോട്ടയത്തായിരുന്നു. 1820 ആലപ്പുഴയിൽ മറ്റൊരു വിദ്യാലയവും സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് പലയിടങ്ങളിലും ക്രൈസ്തവർ പെൺപള്ളിക്കൂടങ്ങളും ബോർഡിംഗ് ഹൗസുകളും സ്ഥാപിച്ചുകൊണ്ട് മുന്നേറുകയായിരുന്നു. 1850 സർക്കാർ ആദ്യമായി അങ്ങനെ ഒരു വിദ്യാലയത്തിന് ആരംഭം കുറിച്ചത്. ഒരു കാലത്ത് ഭാരതത്തിലെ 50% കോളേജുകൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. അക്കാലത്ത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് അനേകർ എതിരായിരുന്നു എന്നതാണ് വസ്തുത. സ്ത്രീകൾക്ക് അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അതിനവർ പ്രാപ്തരല്ല എന്നതായിരുന്നു ചിലരുടെയെങ്കിലും നിലപാട്. പക്ഷെ ക്രൈസ്തവർ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിൽ വരുത്താവുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കിയിരുന്നു. എല്ലാ ജാതി വിഭാഗങ്ങളിലും നിന്നുമുള്ള പെൺകുട്ടികൾക്കും ക്രൈസ്തവ വിദ്യാലയങ്ങൾ അഭയമായിരുന്നു. ഇന്നും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ശക്തിയായി എടുത്തു കാട്ടുന്നത് വിദ്യാഭ്യാസമാണല്ലോ. എന്നാൽ ഒരു കാലത്ത് ശക്തമായ എതിർപ്പുകളെ അവഗണിച്ച് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ക്രൈസ്തവരാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മുൻകൈയെടുത്തത് എന്ന വസ്തുത പലരും മറന്നുപോയിരിക്കുന്നു. 4. ക്രൈസ്തവ വിദ്യാലയങ്ങൾ ക്രൈസ്തവ പരിശീലനത്തിന് മുൻഗണന നൽകാൻ ബാധ്യസ്ഥമാണ്. എന്നാൽ ഈ വിദ്യാലയങ്ങൾ എന്നും മറ്റുള്ളവർക്കായി തുറന്നിട്ടിരിക്കുകയാണ് എന്നതും അറിഞ്ഞിരിക്കേണ്ടതാണ്. ക്രൈസ്തവമായ രീതിയിൽ വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് നടത്താനുള്ള സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണേണ്ടത്. മതവിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരങ്ങൾ നിലനിർത്തുന്നതിനുള്ള അവകാശത്തിനാണ് ഭരണഘടന പ്രത്യേക പരിരക്ഷ നൽകിയിരിക്കുന്നത്. എങ്കിലും ക്രൈസ്തവ വിദ്യാലയങ്ങൾ എന്നും മതമൈത്രി വളർത്താനാണ് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. 5. ക്രൈസ്തവ വിദ്യാലയങ്ങൾ എന്നും പിന്നോക്ക വിഭാഗങ്ങളെ കഴിയും വിധത്തിൽ കൈപിടിച്ചുയർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതാണ്ട് 70 ക്രൈസ്തവ വിദ്യാലയങ്ങളും ഗ്രാമപ്രദേശങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. വന്ധ്യനായ ചാവറയച്ചൻ ചുറ്റുപാടുമുള്ള വീടുകളിൽ പോയി താഴ്ന്ന ജാതിക്കാരെ വിളിച്ച് വിദ്യാലയങ്ങളിൽ കൊണ്ടുവരികയായിരുന്നു. മേൽജാതിക്കാരുടെ എതിർപ്പിനെ അവഗണിച്ചാണ് അന്ന് ഇങ്ങനെയെല്ലാം ചെയ്തത് എന്നോർക്കണം. തീണ്ടലും തൊടിയിലുമെല്ലാം മാറാൻ ഇത്തരം വിദ്യാലയങ്ങളാണ് കളമൊരുക്കിയത് എന്ന സത്യം ഇന്നും പലരും സൗകര്യപോലും മറക്കുകയാണ്. ഇന്നാണെങ്കിലും വിദ്യാർത്ഥി പ്രവേശനത്തിലും സാമ്പത്തിക സഹായം നൽകുന്നതിലും ദളിത് വിഭാഗങ്ങൾക്ക് കഴിയുന്നത്ര ആനുകൂല്യങ്ങൾ നൽകാൻ സഭ ശ്രമിക്കുന്നുണ്ട്. പൊതുവെ അവഗണിക്കപ്പെട്ടിരുന്ന മറ്റൊരു വിഭാഗമാണ് ഭിന്നശേഷിക്കാരും വികലാംഗരും അന്ധരും ബധിരരും. ഇവരുടെ ക്രമമായ വിദ്യാഭ്യാസത്തിനും മുൻകൈയെടുത്തതും സഭ തന്നെയാണ്. 6. ഭാഷാ സാഹിത്യ രംഗത്തുള്ള ക്രൈസ്തവരുടെ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസവുമായി അഭേദ്യം ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. പ്രാദേശിക ഭാഷ വികസിപ്പിച്ചെടുക്കുന്നതിന് മിഷണറിമാരും സന്യസ്തരും ചെയ്യുന്ന സേവനം ഇവിടുത്തെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നിദാനമായിട്ടുണ്ട്. ആദ്യത്തെ മലയാള നിഘണ്ടു 1699 കേരളത്തിൽ വന്ന അർണോൾഡ് പാദ്രിയുടെ സംഭാവനയാണ്. ആദ്യത്തെ മലയാള വ്യാകരണ ഗ്രന്ഥം 1712 വരാപ്പുഴ മെത്രാൻ ഫ്രാൻസിസ് ആഞ്ചലോ പ്രസിദ്ധീകരിച്ചതാണ്. 1782 ജർമ്മൻ മിഷണറിയായ ഹെർമൻ ഗുണ്ടർട്ട് ഇംഗ്ലീഷ് മലയാള നിഘണ്ടു പ്രസിദ്ധീകരിച്ചതും ഭാഷയ്ക്ക് വലിയ നേട്ടമായി. ഗുണ്ടർട്ട് മറ്റു പല ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുമുണ്ട്, ചെയ്തിട്ടുമുണ്ട്. അച്ചടി വിദ്യ കേരളത്തിൽ ആരംഭിച്ചത് മിഷണറിമാരാണ്. അത് വിദ്യാഭ്യാസ രംഗത്തിന് ഏറെ സഹായകമായി. 16-ാം നൂറ്റാണ്ടിൽ അച്ചടി വിദ്യ കണ്ടുപിടിച്ച കാലത്ത് തന്നെ അത് കേരളത്തിൽ എത്തിച്ചത് വിദേശ മിഷണറിമാരായിരുന്നു. 1577 ഗോവയിൽ ഉണ്ടാക്കിയ അക്ഷരങ്ങളും 1578 കൊല്ലത്തുണ്ടാക്കിയ അക്ഷരങ്ങളും ചേർത്ത്
1579 ചെറിയ വേദോപദേശം തമ്പിരാൻ വണ്ടകം പ്രസിദ്ധീകരിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. 1602 ക്ലെമന്റ് മാർപ്പാപ്പ നൽകിയ സുറിയാനി പുസ്തകങ്ങൾ തമിഴ് മലയാളം അടിക്കുറിപ്പുകളോടെ 1662 പ്രസിദ്ധീകരിച്ചതായി പറയപ്പെടുന്നുണ്ട്. വന്ദ്യനായ ചാവറയച്ചൻ അച്ചടിശാല സ്ഥാപിച്ചതും പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചതും വിസ്മരിക്കാനാവില്ല. അതുപോലെ തന്നെ മലയാള ഗദ്യഭാഷയ്ക്ക് അടിസ്ഥാനമിട്ടതും വിദേശ മിഷണറിമാരാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. 18-19 നൂറ്റാണ്ടുകളിൽ പല ഗ്രന്ഥങ്ങളും കേരളത്തിൽ ക്രൈസ്തവർ പ്രസിദ്ധീകരിച്ചു. 1785 പ്രസിദ്ധീകൃതമായ വർത്തമാന പുസ്തകം ഭാഷയിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമാണ്. അതെഴുതിയത് പാറേമാക്കൽ തോമാ കത്തനാരാണ്. അതുപോലെ പത്രപ്രവർത്തനത്തിലൂടെ സാക്ഷരത വളർത്താനും വിദ്യാഭ്യാസം വ്യാപകമാക്കാനും ഇടയാക്കിയതിന് ക്രൈസ്തവരോട് കേരളം കടപ്പെട്ടിരിക്കുന്നു. 1847 ഗുണ്ടർട്ടിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രസിദ്ധീകരിച്ച രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യ പത്രമായി കരുതപ്പെടുന്നത്. പിന്നീട് ചില മാസികകളും പ്രസിദ്ധീകൃതമായി. 1887 സ്ഥാപിതമായ ദീപികയും പിന്നീടുണ്ടായ മലയാള മനോരമയും അനേകം സാഹിത്യകാരന്മാരെ വളർത്തിയെടുത്തു. പ്രസിദ്ധീകരണ രംഗത്തെ മുന്നേറ്റം വിദ്യാഭ്യാസ രംഗത്തിൻ്റെ വളർച്ചയ്ക്കും ഉപകരിച്ചു എന്നുള്ളത് നിഷേധിക്കാനാവില്ല. എയ്ഡഡ് സ്കൂളുകളിൽ സർക്കാരാണ് ശമ്പളം നൽകുന്നതെന്നും അതിനാൽ തന്നെ മാനേജ്മെൻറ്റുകൾക്ക് അവിടെ പ്രത്യേക അവകാശ അധികാരങ്ങളില്ല എന്നുമൊക്കെയുള്ള വാദങ്ങൾ പലയിടങ്ങളിൽ നിന്നായി ഉയർന്നു വരുന്നുണ്ട്. മാനേജ്മെൻറ്റുകൾ കോഴ വാങ്ങിയാണ് നിയമനങ്ങൾ നടത്തുന്നതെന്നും ആക്ഷേപമായി ഉന്നയിക്കപ്പെടും. ഇവയുടെയൊക്കെ നിജസ്ഥിതി എന്താണ്? കോടിക്കണക്കിന് വിലമതിപ്പുള്ള സ്ഥലത്താണ് ഓരോ സ്കൂളുകളും പ്രവർത്തിക്കുന്നത് എന്നത് ഓർമ്മിക്കണം. 2-3 ഏക്കർ സ്ഥലമാണ് ഓരോ സ്കൂളിനും സ്വന്തമായിട്ടുള്ളത്. 1 ലക്ഷത്തിന് 1 സെന്റ് ഭൂമി കേരളത്തിൽ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് പറയാനാവില്ല. എന്നാലും 1 ലക്ഷം വെച്ച് കൂട്ടിയാൽ തന്നെ 2-3 കോടി രൂപ സ്ഥലത്തിന് മാത്രമായി കണക്കാക്കേണ്ടി വരും. അതിലും കൂടുതൽ വിലമതിപ്പുള്ള കെട്ടിടങ്ങളാണ് ഓരോ സ്കൂളുകൾക്കുമുള്ളത്. ഇതൊന്നും സർക്കാരിൻ്റെതല്ല. മാനേജ്മെൻറ്റ് അവരുടെ സ്വന്തം സ്ഥലത്ത് സ്വന്തം കാശ് മുടക്കി പണിതിട്ടിരിക്കുന്നതാണ് ഈ സ്കൂളുകളും കെട്ടിടങ്ങളും. 5 കോടിക്കും 10 കോടിക്കും ഇടയിൽ ഓരോ സ്കൂളിൻ്റെയും സ്ഥലത്തിനും കെട്ടിടത്തിനും മതിപ്പ് വില കണക്കാക്കാവുന്നതാണ്. കെട്ടിടം പണിതിട്ടാൽ മാത്രം പോരല്ലോ, വർഷാവർഷം ആവർത്തിച്ചു വരുന്ന മറ്റ് ചിലവുകൾ ധാരാളമുണ്ട്. വൈദ്യുതി, വെള്ളം, പഠനോപകരണങ്ങളും ലൈബ്രറിയും സ്പോർട്സ്, ഗെയിംസ് പോലെയുള്ള കോ കരിക്കുലർ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ചെലവുകൾ, കെട്ടിടങ്ങളുടെ വാർഷിക മെയിൻ്റനൻസ് എക്സ്പെൻസ്, അങ്ങനെ ഒത്തിരി. ഇവയുടെ നല്ലൊരു ശതമാനവും ഇപ്പോഴും മാനേജ്മെൻറ്റുകൾ സ്വന്തം നിലയിലാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുതയും മറക്കരുത്. അക്കൂട്ടത്തിൽ ഏറ്റവും വലിയ ചിലവാണ് ശമ്പളം. ഓരോ മാസവും ലക്ഷങ്ങൾ വേണം. ഇത് സർക്കാർ കൊടുത്തില്ലെങ്കിൽ കുട്ടികളുടെ കയ്യിൽ നിന്നും വാങ്ങേണ്ടതായി വരും. പ്രൈവറ്റ് സ്കൂളുകളുടെ ഫീസ് നിലവാരം നോക്കിയാൽ ഈ കണക്ക് മനസ്സിലാക്കാൻ കഴിയും. സാധാരണക്കാർക്ക് അതൊരിക്കലും താങ്ങാൻ കഴിയില്ല. സാധാരണക്കാർക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല എന്നും, എന്നാൽ നാടിൻ്റെ പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ പങ്കുണ്ടെന്നും സാധാരണക്കാർക്ക് പോലും നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കേണ്ടത് അനിവാര്യമാണെന്നും ചിന്തിച്ച ധിഷണാശാലികളായ ഭരണാധികാരികൾ കണ്ടെത്തിയ മാർഗമാണ് സർക്കാർ ശമ്പളം നൽകുന്ന എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല. അതിനാൽ തന്നെ സ്വകാര്യ മാനേജ്മെൻറ്റുകൾ സർക്കാരിൻ്റെ ഔദാര്യത്തിനു വേണ്ടി കാത്തിരിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുക എന്നത് ഒരു വൈരുദ്ധ്യമായിട്ടാണ് ഇന്ന് നിലനിൽക്കുന്നത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് എയ്ഡഡ് സ്കൂളുകളിൽ നടക്കുന്ന അധ്യാപക നിയമനങ്ങൾ അനധികൃതമാണെന്നാണ് സംസ്ഥാന ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക് ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത്. ഇത് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമങ്ങൾക്കും കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾക്കും അനുസൃതമായിട്ടാണ് അധ്യാപക നിയമനങ്ങൾ നടത്തുന്നത്. നിയമനങ്ങളെല്ലാം സോഫ്റ്റ്വെയറുകളും മറ്റ് സുരക്ഷിത സംവിധാനങ്ങളും ഉപയോഗിച്ച് നടത്തപ്പെടുന്നിടത്ത്
അനധികൃത നിയമനങ്ങളുണ്ട് എന്നാരോപിക്കുന്നത് ദുരുദ്ദേശപരമാണ് എന്നാണ് സ്വകാര്യ മാനേജ്മെന്റുകളുടെ പക്ഷം. സംരക്ഷിത അധ്യാപകരുടെ എണ്ണം പറഞ്ഞതിലും അധ്യാപക വിദ്യാർത്ഥി അനുപാതം സംബന്ധിച്ച വ്യാഖ്യാനം ചമയ്ക്കുന്നതിലും ആശയക്കുഴപ്പങ്ങളുണ്ടായി. എയ്ഡഡ് സ്കൂളുകളുടെ നവീകരണത്തിനായി പ്രഖ്യാപിച്ച ചലഞ്ച് ഫണ്ടിലൂടെ 20 കോടി രൂപ വിതരണം ചെയ്തുവെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചുവെങ്കിലും ചലഞ്ച് ഫണ്ടിലൂടെ നിർമ്മിച്ച ആദ്യ വിദ്യാലയത്തിന് പോലും ഇതുവരെ ചലഞ്ച് ഫണ്ട് നൽകിയിട്ടില്ലെന്ന് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രവുമല്ല, വിദ്യാഭ്യാസ രംഗത്തെ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ മാനേജ്മെന്റുകളും അധ്യാപകരും സമർപ്പിച്ച നിർദ്ദേശങ്ങളൊന്നും തന്നെ പരിഗണിക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യുന്നുമില്ല. ക്രൈസ്തവ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തെ തമസ്കരിക്കുകയും വർത്തമാനത്തെ ആക്ഷേപിക്കുകയും ചെയ്യുന്നവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ വിശ്വാസികളും പൊതുസമൂഹവും തിരിച്ചറിയേണ്ടതുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ ഗുണമേന്മയും സമഗ്ര കാഴ്ചപ്പാടുകളും തകർത്തെറിയുന്ന നിലപാടുകളും നയങ്ങളും അത് പ്രതിരോധിക്കപ്പെടേണ്ടതുണ്ട്. ഭരണഘടനയെക്കുറിച്ചുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ന്യൂനപക്ഷ സംരക്ഷകർ എന്ന് സ്വയം അവകാശപ്പെടുകയും ചെയ്യുമ്പോഴും മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് തങ്ങളുടെ ഭരണഘടനാപരമായ വിദ്യാഭ്യാസ അവകാശങ്ങൾ നിലനിർത്തുന്നതിന് നിരന്തരം നീതിപീഠത്തെ സമീപിക്കേണ്ടി വരുന്നത് ഒരു ജനാധിപത്യ സർക്കാരിന് ഒരിക്കലും ഭൂഷണമല്ല. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളും സത്യമന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതൂ. നേരിൻ്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി നിങ്ങൾക്കൊപ്പം.